അങ്ങനെ നമ്മുടെ മുംബൈ ഇന്ത്യൻസ് 5 വർഷം കപ്പെടുത്തിട്ടുള്ള മുംബൈ ഇന്ത്യൻസ് ഈ IPL നിന്ന് പുറത്തായി. മുംബൈ ഇന്ത്യൻസും പുറത്തായി, ലക്നൌവും പുറത്തായി. ഇന്നലെ നടന്ന മത്സരത്തിൽ, ന്യൂ റായ്പൂരിൽ നടന്ന മത്സരത്തിൽ RCB 2 വിക്കറ്റിന് മുംബൈയെ തോൽപ്പിച്ചു. ഈ 11 മാച്ചുകൾ കഴിഞ്ഞ ഈ ടൂർണമെന്റിൽ നോക്കൂ, ഏറ്റവും നല്ല ത്രില്ലിംഗ് മാച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ മുംബൈ ഇന്ത്യൻസും RCB തമ്മിലുള്ള മത്സരമാണ്. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് 20 ഓവറിൽ 166 റൺസാണ് എടുത്തത്. സ്ലോ വിക്കറ്റാണ്. നോക്കൂ, ആകെ കളിച്ചത് നമൻതീർ 47, പിന്നെ മറ്റേ തിലക് വർമ്മ 57. പക്ഷേ 4 വിക്കറ്റ് എടുത്ത ഭുവനേശ്വർ കുമാർ 23 ബോൾ 4 ഓവറിൽ 4 വിക്കറ്റ് എടുത്ത ഭുവനേശ്വർ കുമാറാണ് ഈ ടൂർണമെന്റിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് താരം, 21 വിക്കറ്റ്. നോക്കൂ, തുടർന്ന് ബാറ്റിംഗിൽ ഇറങ്ങിയ നമ്മുടെ RCB ബോഷിന്റെ ബൗളിങ്ങിൽ 4 വിക്കറ്റ് എടുത്ത ബോഷിന്റെ ബൗളിങ്ങിന് മുന്നിൽ പതറി. തുടർച്ചയായി രണ്ടാമതും RCB മറ്റേ കോഹ്ലി 0 ഔട്ടായി. ആർക്കും രജത് പട്ടിദാറിനൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ കൃണാൽ പാണ്ഡ്യയുടെ മനോഹരം 73 റൺസ്. നോക്കൂ, 20 ഓവറിൽ 20ാമത്തെ ഓവറിലെ ലാസ്റ്റ് ബോളിൽ 2 വിക്കറ്റ് ബാക്കി നിൽക്കെ 167 റൺസ് അടിച്ച് RCB ജയിച്ചു. 2 ടീമിനെ പുറത്താക്കി. ഇന്നലെ ആദ്യം നടന്ന മത്സരത്തിൽ ചെന്നൈ വേഴ്സസ് ലക്നൗ. നോക്കൂ, ചെന്നൈ ആദ്യം ബാറ്റ് ചെയ്ത ലക്നൗ 203 റൺസാണ് എടുത്തത് 20 ഓവറിൽ. പക്ഷേ ചേസ് ചെയ്യാൻ ഈ 85 റൺസ് എടുത്ത ജോസ് ഇംഗ്ലീഷാണ് 203 എത്തിച്ചത്. പക്ഷേ തുടർന്ന് ബാറ്റിങ്ങിന് ഇറങ്ങിയ ചെന്നൈ 28 റൺസ് എടുത്ത സഞ്ജു സാംസൺ കളിച്ചു നന്നായിട്ട്. പക്ഷേ ഉർവിൽ മുകേഷ് പട്ടേൽ, ഗുജറാത്തിൽ നിന്നുള്ള ഒരു 27-കാരൻ ഉർവിൽ പട്ടേൽ ആദ്യം ഫേസ് ചെയ്ത 9 ബോളിൽ 6 സിക്സ്, 1 4, 1 സിംഗിൾ. നോക്കൂ, അയാൾ ജയ്സ്വാൾ എടുത്ത റെക്കോർഡിന് ഒപ്പം എത്തി. 13 ബോളിൽ 50 അടിച്ചു. 23 ബോളിൽ 65 റൺസ് അടിച്ചു. അയാൾ ശക്തമായി കളിച്ച് ലക്നൌവിനെ 5 വിക്കറ്റിന് തകർത്ത് RCB ചെന്നൈ സൂപ്പർ കിങ്സ്. ഇപ്പൊ പോയിന്റ് ടേബിൾ നോക്കൂ നിങ്ങൾ. 1ാം സ്ഥാനത്ത് RCB ആണ്. RCB 1ാം സ്ഥാനത്ത്, 2ാം സ്ഥാനത്ത് SRH, 3ാം സ്ഥാനത്ത് നമ്മുടെ GT, 4ാം സ്ഥാനത്ത് പഞ്ചാബ്, 5ാം സ്ഥാനത്ത് ചെന്നൈ, 6ാം സ്ഥാനത്ത് RR. നോക്കൂ, 6 സ്ഥാനം വരെ നമുക്ക് നോക്കാം. 7ാം സ്ഥാനത്ത് KKR, 8ാം സ്ഥാനത്ത് ഡൽഹി, 9ാം സ്ഥാനത്ത് മുംബൈ, 10ാം സ്ഥാനത്ത് ലക്നൗ. നോക്കൂ, ഇന്ന് നടക്കാൻ പോകുന്ന മത്സരത്തിൽ നമ്മളെ പഞ്ചാബ് വേഴ്സസ് ഡൽഹിയാണ്. പഞ്ചാബ് ജയിക്കുകയാണെങ്കിൽ പഞ്ചാബ് 1ാം സ്ഥാനത്തേക്ക് പോകും.